വേറൊന്നല്ല, അവൻ്റെ രണ്ടാം കെട്ടിനെ കുറിച്ചാ. അവനും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ, ഒരു കുട്ടീനെ വേണം, അതിനെ ചിരിപ്പിക്കണം, കളിപ്പിക്കണം എന്നൊക്കെ. അവൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നിന്നോട് പറയാൻ പറഞ്ഞു. നിന്നോട് നേരിട്ട് പറയാൻ അവനിക്ക് എന്തോ ഒരു ചെറിയൊരു മടി. നീ വിഷമിക്കൊന്നും വേണ്ട, അവൻ നിന്നെ ഉപേക്ഷിക്കൊന്നും ഇല്ല. നിനക്ക് ഇവിടെയും നിന്റെ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കാം. പിന്നെ അവനിക്കൊരു കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, അവൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അവനിക്കൊരു കുട്ടി ഉണ്ടായാൽ അത് നിന്റെ കൂടി കുട്ടിയല്ലേ. എത്രയെന്ന് വെച്ചിട്ട് അങ്ങനെ നാളെ വിട്ട് നിൽക്കുന്നത്? മനുഷ്യന്മാരല്ലേ. ഒരു മടുപ്പൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ അവന് കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. നിന്നെ അങ്ങനെ കുറെ വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവനിക്കും തോന്നിക്കാണും, അത്രേ ഉള്ളൂ. പിന്നെ അവനിക്ക് മാത്രമല്ല, എനിക്കും ആഗ്രഹമുണ്ട് ഒരു പേരക്കുട്ടീനെ എടുക്കണം, വളർത്തണം എന്നൊക്കെ. എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും ഉണ്ട് പേരക്കുട്ടികൾ, എനിക്ക് മാത്രമില്ല. എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, ഒന്ന് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒന്ന് എടുത്തിട്ട് പോകണം അങ്ങനെയൊക്കെ. അപ്പോൾ നീ അങ്ങോട്ട് സമ്മതിക്ക്. നമ്മൾ കല്യാണം കഴിക്കണത് തന്നെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. നിനക്കെന്തായാലും അതിന് പറ്റില്ല. പിന്നെ നിന്നിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. പൂജയ്ക്കൊന്നുമല്ലല്ലോ, ഒരു കുട്ടിയും കുടുംബക്കായിട്ട് ജീവിക്കാനല്ലേ. അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ പെണ്ണാണ് പറഞ്ഞിട്ട് എന്താ കാര്യം?